ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രയ്ക്കിടെ 600-ലേറെ പേർക്ക് പരിക്കേറ്റു. രഥം വലിക്കാനായ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയതോടെയാണ് നിരവധി പേർ കുഴഞ്ഞു വീണത്. കൊടും ചൂടും തിരക്കും കാരണം 625 പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. കടുത്ത ചൂട്, ഹ്യൂമിഡിറ്റി, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെയുള്ള തിക്കും തിരക്കും. 625ഓളം പേരെ അവിടുത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇന്നലെ വൈകിട്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വാർഷിക രഥ ഘോഷയാത്രയ്ക്കിടെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും സമീപത്തുള്ള 2.5 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടച്ച ക്ഷേത്രത്തിലേക്കാണ് ഈ രഥഘോഷയാത്ര നടക്കുന്നത്. ഇതിൽ രഥങ്ങൾ ആളുകൾ വലിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ നിരവധി പേർ ഈ രഥം വലിക്കാനുള്ള കയറുകൾ പിടിക്കുന്നതിനായി രഥങ്ങൾ അടുത്തേക്ക് ഓടിയെത്താൻ ആരംഭിക്കുകയായിരുന്നു. ഇതാണ് പെട്ടെന്നൊരു തിക്കിനും തിരക്കിനും ഇടയാക്കിയത്. തുടർന്നാണ് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. 625 പേരെ ജില്ലാ ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇതിൽ നിരവധി പേർക്ക് തലകറക്കവും ഛർദി അടക്കമുള്ള അസുഖങ്ങളാണ് ഉണ്ടായത്. കടുത്ത ചൂടിനെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം തന്നെയാണ് കൂടുതൽ പേർക്കും ഉണ്ടായത്. ഈ സംഭവത്തെ തുടർന്ന് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നത്. നിരവധി പേർ ഇതിനകം തന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ അപകടകരമായ നിലയിൽ ആരും തന്നെ ഇല്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രഥഘോഷയാത്രയിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇത്തവണ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടക്കമുള്ള പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 10,000-ഓളം കേന്ദ്ര സേനാംഗങ്ങളും പോലീസുകാരും അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂടാതെ വളണ്ടിയർമാരെയും നിയോഗിച്ചിരുന്നു ഈ ഘോഷയാത്രയോട് അനുബന്ധിച്ച്. കൂടാതെ AI ക്യാമറകൾ അടക്കമുള്ള ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു തിക്കും തിരക്കും തുടർന്ന് ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ എല്ലാവരുടെയും നില ഇപ്പോൾ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന.